താതന്റെ മാർവല്ലേ ചൂടനിക്ക്, നാഥന്റെ കൈയല്ലേ തണലെനിക്ക്. താതന്റെ മാർവല്ലേ ചൂടനിക്ക്, നാഥന്റെ കൈയല്ലേ തണലെനിക്ക്. കൊതിയേറുന്നേ അരുകിൽ വരാ, തിരുപ്പാദത്തിൽ കിടന്നിടുവാൻ. കൊതിയേറുന്നേ അരുകിൽ വരാ, തിരുപ്പാദത്തിൽ കിടന്നിടുവാൻ. താതന്റെ മാർവല്ലേ ചൂടനിക്ക്, നാഥന്റെ കൈയല്ലേ തണലെനിക്ക്. താതന്റെ മാർവല്ലേ ചൂടനിക്ക്, നാഥന്റെ കൈയല്ലേ തണലെനിക്ക്. വോയിസ് ഓഫ് ലവിൽ ഇന്ന് കർത്താവ് ഇടപെടുന്ന വചനം സങ്കീർത്തനങ്ങൾ 36-ന്റെ 7, 8, 9 വാക്യങ്ങളാണ്. ദൈവമേ, നിന്റെ ദയ എത്ര വിലയേറിയത്! മനുഷ്യപുത്രന്മാർ നിന്റെ ചിറകിനിഴലിൽ ശരണം പ്രാപിക്കുന്നു. നിന്റെ ആലയത്തിലെ പുഷ്ടി അവർ അനുഭവിച്ച് തൃപ്തി പ്രാപിക്കുന്നു. നിന്റെ ആനന്ദ നദി നീ അവരെ കുടിപ്പിക്കുന്നു. നിന്റെ പക്കൽ ജീവന്റെ ഉറവുണ്ടല്ലോ. നിന്റെ പ്രകാശത്തിൽ ഞങ്ങൾ പ്രകാശം കാണുന്നു. നമ്മുടെ ദൈവത്തിൻ്റെ എല്ലാ സ്വഭാവങ്ങളും അസാധാരണ. ദൈവത്തിൻ്റെ സ്നേഹത്തെക്കുറിച്ച് പറഞ്ഞാൽ തീരോ? ദൈവത്തിൻ്റെ കരുണയെക്കുറിച്ച് പറഞ്ഞാൽ തീരോ? ദൈവത്തിൻ്റെ വിശ്വസ്തതയെക്കുറിച്ച് പറഞ്ഞാൽ തീരോ? അത് ഏതാ വലുത് അറിയില്ല. ഇവിടെ പറയുകയാണ്, നിന്റെ ദയ എത്ര വലുത്. ഈ ദയ എന്ന് പറയുമ്പോൾ സത്യത്തിൽ അതൊരു ഭയങ്കര വാക്കാണ്. ഈ ദയാ ഹർജി എന്നൊക്കെ പറയുന്ന ഒരു വാക്കുണ്ട്. തൂക്കിക്കൊല്ലാൻ വിധിക്കപ്പെട്ടവർക്ക് ജഡ്ജി കൊടുക്കുന്ന ഒരു അവരെ അതിൽ നിന്ന് പുറത്തു കൊണ്ടുവരുന്നൊരു, കാരണം അദ്ദേഹത്തെ കൊലയ്ക്ക് അദ്ദേഹം അർഹനാണ്. പക്ഷേ അതിൽ നിന്ന് പുറത്തു കൊണ്ടുവരുന്നൊരു വലിയ മനസ്സ്, അതിൻ്റെ പേര് ദയ. അതുകൊണ്ടാണ് ഈ തിരുവചനത്തിൽ പറയുന്നത്, നിന്റെ ദയ ജീവനേക്കാൾ വലുതാകും. രാവിലെ തോറും നിന്റെ ദയ പുതുതാകും. ഇവിടെ പറഞ്ഞുണ്ടോ, നിന്റെ ദയ വിലയേറിയതാകും. വേറെ സ്ഥലത്ത് പറയുന്നു, നിന്റെ ദയ വലുതാകും. സ്തോത്രം. അപ്പോൾ ദൈവത്തിൻ്റെ ദയ നമുക്കത് കർത്താവ് പിന്നെ ഒരു സമയത്തത് ഓർപ്പിക്കാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ. അത്ര വലുത്, അത് മനസ്സിലാക്കുന്നവർ, മനുഷ്യപുത്രന്മാർ അവൻ്റെ ചിറകിൻ്റെ നിഴലിൽ ശരണം പ്രാപിക്കും. ദൈവത്തിൻ്റെ ദയയെക്കുറിച്ച് ഒരുവൻ അറിഞ്ഞാൽ അവനോട് ചെന്ന് ദൈവത്തിൻ്റെ ചിറകിൻ്റെ കീഴിൽ ശരണം പ്രാപിക്കും. ആ ദൈവത്തിൻ്റെ ചിറകിൻ്റെ കീഴായിട്ട് അതിൻ്റെ തൊട്ട് താഴെ പറയുന്നത് എന്തെന്നറിയാമോ? ആലയമാണ്. ഇപ്പം ഈ ദൈവാലയം എന്ന് പറയുന്നത് ഒരു മറവിടമാണ്. അതൊരു ദൈവത്തിൻ്റെ ചിറകടിയാണ്. ആലയം എന്ന് പറയുന്നത് എന്താണ്? അവിടെ എപ്പോഴും ദൈവ സാന്നിധ്യവും വചനവും പ്രാർത്ഥനയും. അതാണ് ഈ ദൈവാലയത്തിൻ്റെ ഒരു പ്രത്യേകത. ആലയത്തിൽ ഒരുവൻ എത്തുമ്പോൾ അവൻ എന്താണ്? പുഷ്ടി അവൻ അനുഭവിക്കും. ആലയത്തിൻ്റെ നന്മ, ആലയത്തിൻ്റെ പുഷ്ടി, ദൈവത്തിൻ്റെ ആലയത്തിൻ്റെ നടുതലയായവൻ ഭാഗ്യവാൻ. കൊരപുത്രന്മാർ പറയുന്നത്, നിന്റെ ആലയത്തിൻ്റെ വാതിൽക്കാവൽക്കാരനായിരിക്കുന്നത് ഞാൻ ഏറെ ഇഷ്ടപ്പെടുന്നു. അപ്പം അതിൻ്റെ അർത്ഥം എന്നൊക്കെ പറഞ്ഞാൽ, ഈ ആലയവുമായി കണക്ട് ചെയ്യുമ്പോൾ ഭയങ്കര ബ്ലെസ്സിങ്ങാണ് നടക്കുന്നത്. ആലയത്തിൽ വന്ന ഹന്ന ശമൂവേലിനെ ജന്മം കൊടുക്കുക, വലുതാ കിട്ടുകയാണ്.
ആലയത്തിൻ്റെ നന്മകൾ എന്ന് പറഞ്ഞാൽ അടഞ്ഞതും തകർന്നതും ഒക്കെ മാറുന്നിടം ഈ പ്രസൻസ് ഓഫ് ഗോഡ് അവിടെയാണ്. എന്നിട്ട് പറയാണ്, ആലയത്തിൻ്റെ പുഷ്ടി അവർ അനുഭവിച്ച് തൃപ്തി പ്രാപിക്കും. ആമേൻ. എന്നിട്ട് അടുത്ത വാക്ക് കേട്ടോ, നിന്റെ ആനന്ദ നദി നീ അവരെ കുടിപ്പിക്കും. ഈ ദൈവത്തിൻ്റെ നദികളെക്കുറിച്ച് പറയുമ്പോൾ, ദൈവത്തിൻ്റെ നദിയിൽ വെള്ളം നിറഞ്ഞിരിക്കുന്നു. പല ലെവലിലുള്ള നദികളുണ്ട്. ഇവിടെ പറയണ ആനന്ദ നദി. വേറൊരു ഭാഗത്ത് കിടക്കുകയാണ് ജീവജല നദി. മറ്റൊരു ഭാഗത്ത് നമ്മൾ കാണുകയാണ് അഗ്നി നദി. അപ്പൊ ഈ നദിയെക്കുറിച്ച് കേട്ടോ, ആനന്ദ നദി എന്ന് പറഞ്ഞാൽ ആനന്ദത്തിൻ്റെ ആഴങ്ങൾ തരുന്ന നദി. ആമേൻ. സ്തോത്രം. ആനന്ദത്തിൻ്റെ തൈലം തരുന്ന ദൈവം. അതിൻ്റെ അർത്ഥം എന്നും നിരാശപ്പെട്ട് തുടരാനല്ല ദൈവം ആഗ്രഹിക്കുന്നത്. ഒരു ആനന്ദ നദി ദൈവം നിങ്ങളെ കുടിപ്പിക്കാൻ പോവുകയാണ്. ധാന്യവും വീഞ്ഞും വർദ്ധിച്ചതിലധികം സന്തോഷം തരുന്ന നിലയിലുള്ള ഒരു ആനന്ദം ദൈവം നിനക്ക് തരും. ഇതെല്ലാം യേശുവിൽ നിന്ന് ലഭിക്കുന്നതാണ്. എന്നിട്ട് അടുത്ത വാക്കുണ്ട്, നിന്റെ പക്കൽ ജീവന്റെ ഉറവുണ്ടല്ലോ. നിന്റെ പക്കൽ ജീവന്റെ ഉറവുണ്ടല്ലോ. ഓ സ്തോത്രം. ഉറവയുണ്ട് നിന്റെ കയ്യിൽ. ആ ഉറവ എന്താ? ജീവന്റെ. നിന്റെ പ്രകാശത്തിൽ ഞങ്ങൾ പ്രകാശം കാണുന്നു. ഞങ്ങളുടെ പ്രകാശമല്ല, നിന്റെ പ്രകാശത്തിൽ. അതുകൊണ്ടാണ് ഈ വിശുദ്ധന്മാർ പറയുന്നത്, നിന്റെ മുഖപ്രകാശം ഞങ്ങളുടെ മേൽ ഉദിക്കണമേ. സ്തോത്രം. ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് ഭയങ്കര ബ്ലെസ്സിങ് ആയിരിക്കും. കാരണം എന്തൊക്കെ കാര്യമാണ് ദൈവം നിങ്ങൾക്ക് തരാൻ ആഗ്രഹിക്കുന്നത്. സ്തോത്രം. ദയ തരുന്നു. ആമേൻ. ചിറകിൻ്റെ നിഴലിലെത്തിക്കുന്നു. ആലയത്തിൻ്റെ പുഷ്ടി അനുഭവിക്കുന്നു. ആനന്ദ നദി കുടിപ്പിക്കുന്നു. ജീവന്റെ ഉറവ തുറന്നു തരുന്നു. പ്രകാശത്തിൽ നടത്തുന്നു. ആമേൻ. ഈ അനുഗ്രഹത്തിന് മുമ്പിൽ ഒന്ന് പ്രാർത്ഥിക്കാം. യേശുവേ, കഥാവേ, ഇന്ന് ഞങ്ങളെ കേൾപ്പിച്ച നല്ല വചനത്തിനായി സ്തോത്രം ചെയ്യുന്നു. അങ്ങയുടെ ആലയത്തിലെ നന്മകളാൽ ഞങ്ങൾക്ക് തൃപ്തി വരുത്തുന്നവനെ, ഹല്ലേലൂയ, അങ്ങേ ഞങ്ങൾ സ്തോത്രം ചെയ്യുന്നു. കഥാവേ, അങ്ങയുടെ ആനന്ദ നദിയാൽ ഞങ്ങളെ, കഥാവേ, ഞങ്ങളുടെ ദാഹത്തെ തീർക്കുന്നവനെ സ്തോത്രം ചെയ്യുന്നു. കഥാവേ, ജീവൻ്റെ ഉറവ അങ്ങിൽ ഉണ്ട്. കഥാവേ, ഞങ്ങളെ ജീവൻ്റെ ഉറവകളെ അങ്ങ് പൊക്കിയെടുക്കുന്നതിന് സ്തോത്രം ചെയ്യുന്നു. പിതാവേ, ഒരു ആനന്ദ തൈലത്താൽ ഞങ്ങളെ, കഥാവേ, അങ്ങ് അഭിഷേകം ചെയ്യുന്നതിന് സ്തോത്രം ചെയ്യുന്നു. എല്ലാ ദുഃഖങ്ങളെ അങ്ങ് മാറ്റുന്നതിന് സ്തോത്രം ചെയ്യുന്നു. എല്ലാ സങ്കടങ്ങളെ അങ്ങ് മാറ്റി, ദുഃഖങ്ങളെ മാറ്റി, ആനന്ദത്തിൻ്റെ ഒരു പുലരി, ആനന്ദത്തിൻ്റെ ഒരു പ്രഭാതത്തെ ഇന്ന് ഞങ്ങൾക്ക് നൽകിയതിന് സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, യേശുവിൻ്റെ നാമത്തിൽ ഈ വചനം കേൾക്കുന്ന ഓരോ വ്യക്തിയും അനുഗ്രഹിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ ആമേൻ. കർത്താവ് നിങ്ങളെ ഈ ദിവസം വളരെ അനുഗ്രഹിക്കട്ടെ. ഞങ്ങൾ ഒരുമിച്ച് നിങ്ങളെ വീണ്ടും ബ്ലസ് ചെയ്യുകയാണ്. നിങ്ങൾ ഇന്ന് ചെയ്യുന്ന എല്ലാ കാര്യങ്ങളിലും ദൈവത്തിൻ്റെ പ്രത്യേകമായ ഒരു എന്താ ഭയങ്കരമായ എല്ലാം സക്സസ് ആകുന്നൊരു അഭിഷേകം നിങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കും. കർത്താവിൻ്റെ കൃപ കൂടെയുണ്ട്. കർത്താവ് ഒരിക്കൽ കൂടി ഞങ്ങൾ കുടുംബമായി പ്രിയപ്പെട്ടവരെ അനുഗ്രഹിക്കുന്നു. ഇന്നത്തെ ദിവസം അവർക്ക് ഏറ്റവും അനുഗ്രഹമായിരിക്കണമേ. അവരൊരുമിച്ച് കർത്താവിനെ സ്തുതിക്കുവാൻ ഇന്ന് രാത്രിയിൽ കൂടുമ്പോൾ തമ്മിൽ കർത്താവ് നടത്തിയ വഴികൾ പറയാൻ കർത്താവ് ഇന്ന് രാത്രിയിൽ അവർക്ക് അവസരം കൊടുക്കണമേ. അങ്ങനെയുള്ളൊരു പകൽ നീ അവർക്ക് ദാനം ചെയ്യണം. സ്തോത്രം. കർത്താവിൻ്റെ ചെയ്യുന്നതിനെ സ്തോത്രം. കർത്താവിൻ്റെ ദയ കൂടെ ഇരിക്കട്ടെ. ആനന്ദ നദി അവരെ കുടിപ്പിക്കണമേ. ആലയത്തിൻ്റെ പുഷ്ടി അവർക്ക് കൊടുക്കണമേ. അനുഗ്രഹിക്കുന്നു യേശു നാമത്തിൽ. ഈ വചനങ്ങൾ നിങ്ങൾ പങ്കുവെക്കുക. ആമേൻ. ഈ മെസ്സേജുകൾ നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് ഷെയർ ചെയ്യുക. ഗോഡ് ബ്ലെസ് യു. ഷലോം.